ഇന്നത്തെ ചാപ്റ്റർ ഫെസ്റ്റിവൽ, ടൈപ്സ് ഓഫ് ഫെസ്റ്റിവൽസ് ആണ് നടക്കാൻ പോകുന്നത്. ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷിക്കുന്ന സമയമാണ് ഫെസ്റ്റിവൽ ടൈം എന്ന് പറയുന്നത്. ഫെസ്റ്റിവൽ ഇസ് എ സ്പെഷ്യൽ ടൈം ടു സെലിബ്രേറ്റ്. സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് സെലിബ്രേഷൻ ടൈം. വി ഹാവ് ലോട്ട്സ് ഓഫ് ഫൺ ഓൺ ഫെസ്റ്റിവൽ ഡേയ്സ്. ഫെസ്റ്റിവൽ ഗിവ് അസ് ജോയ് ആൻഡ് ഹാപ്പിനെസ്. സന്തോഷവും എൻജോയ്മെൻറ്റും തരുന്ന ദിവസമാണ് ഫെസ്റ്റിവൽ ടൈം എന്ന് പറയുന്നത്. വി സെലിബ്രേറ്റ് ഫെസ്റ്റിവൽസ് ടുഗദർ. നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടാണ് ഫെസ്റ്റിവൽസ് ആഘോഷിക്കുക. ഡ്യൂറിങ് ഫെസ്റ്റിവൽസ് അവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് കം ടു അവർ ഹൗസ് ടു സെലിബ്രേറ്റ്. ഈ ഫെസ്റ്റിവൽ സമയത്ത് ഫ്രണ്ട്സും റിലേറ്റീവ്സും നെയ്ബർഹുഡും ഉള്ള ആൾക്കാരും അയൽവാസികളും ഒരുമിച്ച് വീട്ടിലേക്ക് സംഗമിച്ചെത്തുന്നു, എന്നിട്ട് ആഘോഷിക്കുന്നു ഫെസ്റ്റിവൽസൊക്കെ. ഫെസ്റ്റിവൽസ് എന്തൊക്കെയാണ്? ദീപാവലി, ക്രിസ്മസ്, ഓണം, വിഷു, ഈദ്, ഹോളി, ഇതൊക്കെ. സം ഫെസ്റ്റിവൽസ്. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ്. ഇന്ത്യ എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ് ആണ്. ഫെസ്റ്റിവൽസിൻ്റെ ഒരു കൂട്ടമാണ്. സം ഓഫ് ദ ഫെസ്റ്റിവൽസ് ആർ ഗിവൺ ബിലോ. ദീപാവലി ഫസ്റ്റ്. ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് ആണ്. ദീപാവലി എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആണ്. പീപ്പിൾ ലൈറ്റ് കാൻഡിൽസ് ആൻഡ് ദിയാസ് ടു ബേൺ ഫയർ ക്രാക്കേഴ്സ് അറ്റ് നൈറ്റ്. നെൽച്ചക്രമൊക്കെ കത്തിക്കുന്നു രാത്രി സമയങ്ങളിൽ. രാത്രിയാണ് ദീപാവലി ആഘോഷിക്കുക, സന്ധ്യാസമയത്ത്. ഗോഡ്സസ് ലക്ഷ്മി ഈസ് വർഷിപ്ഡ് ഓൺ ദിസ് ഡേ. ദേവി, ഏത് ദേവീനെയാണ് നമ്മൾ വർഷിപ്പ് ചെയ്യുക? ലക്ഷ്മി ദേവിനെ ദീപാവലി സമയത്ത്. ഈദ് എന്ന് പറയുന്നത് മുസ്ലിംസിൻ്റെ ഫെസ്റ്റിവലാണ്. ഈദ് ഈസ് സെലിബ്രേറ്റഡ് ബൈ മുസ്ലിംസ് ആൻഡ് ദേ ഗോ ടു മോസ്ക് ടു പ്രേ. ദേ വെയർ ന്യൂ ക്ലോത്ത്സ് ആൻഡ് എക്സ്ചേഞ്ച് സ്വീറ്റ്സ്. ദീപാവലി ഈദിൻ്റെ സമയത്ത്. ക്രിസ്മസ് സമയത്ത്. ക്രിസ്മസ് എന്ന് പറയുന്നത് ആരുടെ പിറന്നാളാണ്? ജീസസ് ക്രൈസ്റ്റിൻ്റെ പിറന്നാളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ബൈ ക്രിസ്ത്യൻസ് ഓൺ 25th December എവറി ഇയർ. ഓക്കെ, ഏത് ദിവസമാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുക? 25th December എവറി ഇയർ. പിന്നെ ഗുരുപർവ, ഹോളി, ദസറ ആർ അതർ ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ്. പിന്നെ അതർ ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി, അവർ നാഷണൽ ഫെസ്റ്റിവൽസ് ആണ് അതൊക്കെ. ദേ ആർ സെലിബ്രേറ്റഡ് ബൈ ഓൾ ദ പീപ്പിൾ ഓൾ ഓവർ ദ കൺട്രി. ഓക്കെ. ദീപാവലി എന്ന് പറയുന്നത് സെലിബ്രേറ്റഡ് ടു വെൽക്കം രാമനെ അയോധ്യയിലേക്ക് വെൽക്കം ചെയ്യുന്ന ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ദീപാവലി എന്ന് പറയുന്നത്. അന്ന് സന്ധ്യാസമയത്ത് വീട്ടിലൊക്കെ ലൈറ്റ്സ്, ദിയാസും ക്രാക്കേഴ്സും ഒക്കെ കത്തിച്ചിട്ട് ആൾക്കാർ ആഘോഷിക്കുന്നു. ദീപാവലി എന്ന് പറയുന്നത് 14 വർഷത്തെ വനവാസത്തിന് ശേഷം രാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ആഘോഷമാണ് ദീപാവലി എന്ന് പറയുന്നത്. ആ ദിവസം ജനങ്ങളെല്ലാം വീട്ടിൽ വൈകുന്നേരം സന്ധ്യാസമയത്ത് ദീപവും ദിയാസും ക്രാക്കേഴ്സും കത്തിച്ച് ദീപാവലി അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നു.